ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? എങ്കിൽ കുറച്ച് പാക്കിംഗ് ടിപ്സ് കണ്ടാലോ? ഇത് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലാർജ് സൈസ് ട്രോളി സൂട്ട് കേസ് മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്യൂട്ട് കേസാണ്. ഇൻ്റർനാഷണൽ ട്രാവലിനൊക്കെ നല്ലതാണ്. ഈ ബാഗ് ഞാൻ പുറത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് സ്കൈ ബാഗ്സിൻ്റെ റാക്സാക്കാണ്. ഇതും മിന്ത്രയിൽ നിന്നാണ്. ഇതുപോലെ ക്യൂബ് ഓർഗനൈസേഴ്സ് വാങ്ങിയാലും നമുക്ക് കുറേ സ്പേസ് സേവ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ടോയ്ലറ്ററി ഐറ്റംസ് ഇതുപോലെ സെപ്പറേറ്റ് നമുക്ക് ചെറിയ പൗച്ചിൽ ഇട്ട് വയ്ക്കാം. മെഡിസിൻസ് ഇതുപോലെ വേറൊരു ക്യൂബിൽ ഞാൻ അറേഞ്ച് ചെയ്തു. മെഡിസിൻസ് പാക്ക് ചെയ്യുന്നതിനൊപ്പം പ്രിസ്ക്രിപ്ഷനും വയ്ക്കാൻ മറക്കരുത്. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസാണ് ഞാൻ പാക്ക് ചെയ്തത്. അതും ഇതുപോലെ വേറൊരു ഓർഗനൈസറിൽ പാക്ക് ചെയ്തു. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ, സ്പേസ് സേവിങ്ങും ആണ്. ഇതുപോലെ ഷൂ ബാഗ് അതിനൊപ്പം അവൈലബിൾ ആണ്. നമുക്ക് ഷൂസ് ഇതുപോലെ അതിൽ പാക്ക് ചെയ്ത് വെക്കാം. ഈ കോസ്മെറ്റിക് ബാഗ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇതിൽ നന്നായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ റോൾ ചെയ്ത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബാഗ്സ് ആകുമ്പോൾ സ്പേസ് നന്നായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊഡക്ട്സ് ഡാമേജ് ആവുകയില്ല. ഇയറിങ്സും ക്ലിപ്സും ഹെയർ ബാൻഡ്സും ഒക്കെ നമുക്ക് ഒരു ഡാമേജും ഇല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജ്വല്ലറി സിപ്പ് ബാഗ്സ് ആമസോണിലും മിന്ത്രയിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ ബാഗ് ഇതിൽ നിന്ന് ഓർഡർ ചെയ്താന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ ദുബായിലെത്തിയിട്ട് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കിയത് ഈ ബാഗാണ്. എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ എന്നൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പെയിൻറ്റിങ് ഐറ്റംസൊക്കെ ഞാൻ ഒരു പൗച്ചിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റോൾ ഫോൾഡ് മെത്തേഡാണ് കേട്ടോ. സ്പേസ് സേവ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ളൊരു ഐഡിയ ആണ്. ടീഷർട്ട്സ്, ഷർട്ട്സ്, സ്വെറ്റേഴ്സ്, ജീൻസ് ഇതൊക്കെ ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് പല ക്യൂബ്സിലായിട്ട് വെച്ചാൽ സ്പേസും സേവ് ചെയ്യാൻ പറ്റും. വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാനും പറ്റും. ക്യാരി ചെയ്യാനും നമ്മുടെ ട്രാവൽ ബാഗ് സ്റ്റിഫായിട്ട് സ്റ്റഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ഒരു മെത്തേഡ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നോക്കിയാവുമെന്ന്. പക്ഷേ നന്നായിട്ട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ പാക്കിംഗ് ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.